നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലാണ്. ഒരു രാഷ്ട്രീയ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തതിനല്ല, നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചതിന്, ലൈംഗിക കേളിയാസ്വാദനത്തിൽ ജീവൻ വച്ച് പിറക്കാതെ പോയ കുഞ്ഞുങ്ങളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്, പാവം പെൺകുട്ടികൾ വിയർപ്പൊഴുക്കിയുണ്ടാക്കിയ പണവും മുതലും കൊള്ളയടിച്ചതിന്. രാഹുൽ നാളുകളിൽ ജയിൽ മോചിതനാകാം. തെളിവുകൾ നശിപ്പിച്ച് കോടികൾ പ്രതിഫലം കൈപ്പറ്റുന്ന വക്കീലന്മാരെ വെച്ച് ശിക്ഷാവിധികളിൽ നിന്നും രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നിങ്ങൾ ചെയ്ത മഹാപാപങ്ങൾക്ക് പ്രായശ്ചിത്തമില്ല. മനുഷ്യനാണ്, തെറ്റുകൾ സംഭവിക്കാം. ഒരിക്കൽ, 2 തവണ. ഇതോ പരാതിപ്പെട്ട കേസുകൾ മാത്രം 3. കുടുംബം തകർന്നു പോകുമെന്ന അപമാന ഭാരത്താൽ ഒരു വാക്ക് പോലും പുറത്ത് പറയാൻ കഴിയാത്ത എത്രയധികം പെൺകുട്ടികൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഹൃദയം തകർന്ന് വിലപിക്കുന്നുണ്ടാകും. ഒരു ദേശീയ പാർട്ടിയുടെ യുവജന നേതാവ്, പാവം ജനങ്ങൾ തങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി നിയമസഭയിലേക്ക് അയച്ച MLA, നിങ്ങൾക്ക് വോട്ട് ചെയ്തവർ, ചുവരെഴുതിയും പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും തല്ലുകൊണ്ടും നിങ്ങളെ വിജയിപ്പിച്ചവരോട് കാണിച്ച കൊടിയ വഞ്ചന, അധികാരത്തിന്റെ അമിത ലഹരിയിൽ നിങ്ങൾ ഭീഷണിപ്പെടുത്തി ജീവിതം തുലച്ച നിരവധി പെൺകുട്ടികളുടെ ശാപത്തിന്റെ ശക്തിയാണ് ആ ഇരുമ്പഴികൾ. ജനിച്ച നാട്ടിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെയായി ഒരു ഭീരുവായി, കള്ളനായി, പീഡകനായി എത്ര കാലം ഒളിച്ചു നടന്നു. ഒടുവിൽ പാതിരാത്രിയിൽ പാലക്കാട് നിന്നും നീതിബോധമുള്ള കേരള പോലീസ് നിങ്ങളെ തൂക്കിയെടുത്ത് ജയിലിൽ അടച്ചു. ജാമ്യ ഹർജിയിലെ നിങ്ങളുടെ വാദം, നിങ്ങൾ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ച പെൺകുട്ടി മുൻപ് വിവാഹിതയായിരുന്നു എന്ന് അറിയില്ല. ഇനിയും നിങ്ങൾ ആരെയാണ് വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നത്? ജനങ്ങളെയോ ബഹുമാന്യ കോടതിയെയോ? വിവാഹ വാഗ്ദാനം നൽകി നിരവധി പെൺകുട്ടികളെ വിവിധ ഇടങ്ങളിൽ കിടപ്പറയിലെത്തിച്ച് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട നിങ്ങൾക്ക് വിവാഹിതയായ ഒരു പെണ്ണിന്റെ ശരീരഭാഷ അറിയില്ലെന്ന് വിശ്വസിക്കണോ രാഹുൽ? രാഹുൽ, നിങ്ങൾ യുവതയ്ക്ക് ഒരു പ്രതീക്ഷയായിരുന്നു, ആവേശമായിരുന്നു. പക്ഷേ പിശാചിനെ ഉള്ളിൽ ഒളിപ്പിച്ച് ഹരിശ്ചന്ദ്രനെ പോലെ പെരുമാറിയ രാഹുൽ രാഷ്ട്രീയത്തിനും ജനാധിപത്യ സംവിധാനങ്ങൾക്കും ഒരു നാണക്കേടാണ്. പുരുഷൻ എന്ന വാക്കിന് ഒരു കളങ്കമാണ്. ഇന്നലകളിൽ നിങ്ങളുടെ പേരിൽ അഭിമാനിച്ച വീട്ടുകാർ ഇനി എങ്ങനെ തല ഉയർത്തി പുറത്തിറങ്ങി നടക്കും? നിങ്ങളെ വിശ്വസിച്ച് നിങ്ങൾക്ക് സർവവും സമർപ്പിച്ച പെൺകുട്ടികളുടെ തോരാത്ത കണ്ണുനീർ, ഗർഭാശയത്തിൽ നിങ്ങൾ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞ പ്രാണനുകളുടെ നിലവിളികൾ, നിങ്ങൾക്ക് ഇനി ഉറങ്ങാൻ കഴിയില്ല. രാഹുലിനെ അറസ്റ്റ് ചെയ്ത വിവരമറിഞ്ഞ അതിജീവത എഴുതിയ സമൂഹ മാധ്യമ കുറിപ്പ് കൂടി വായിച്ച് അവസാനിപ്പിക്കാം. മാലാഖ കുഞ്ഞുങ്ങൾ ക്ഷമിക്കട്ടെ. ദൈവമേ നന്ദി. ഞങ്ങൾ അനുഭവിച്ച എല്ലാ വേദനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും ചതികൾക്കുമിടയിലും ഞങ്ങളെ തന്നെ വിശ്വസിക്കുവാനുള്ള ധൈര്യം തന്നതിന് നന്ദി. ഇരുട്ടിൽ നടന്നതെല്ലാം നീ കണ്ടിരുന്നു. പുറം ലോകം കേൾക്കാതെ പോയ ആ നിലവിളികൾ നീ കേട്ടിരുന്നു. ഞങ്ങളുടെ ശരീരങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴും കുഞ്ഞുങ്ങളെ ബലമായി ഞങ്ങളിൽ നിന്നും അകറ്റിയപ്പോഴും നീ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ മാലാഖ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലിരുന്ന് ഞങ്ങളോട് ക്ഷമിക്കട്ടെ. തെറ്റായ ഒരാളെ വിശ്വസിച്ചതിന്, അച്ഛനാകാൻ ഒട്ടും യോഗ്യതയില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്തതിന് നിങ്ങളുടെ അമ്മ ഒരിക്കലും മറന്നിട്ടില്ല. നിങ്ങളുടെ ജന്മത്തിന് അർത്ഥമുണ്ടായിരുന്നു. നിങ്ങളുടെ ആത്മാവ് വിലപ്പെട്ടതാണ്. ഈ അമ്മമാർ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. നമ്മൾ വീണ്ടും കാണും വരേക്കും. കുഞ്ഞാറ്റെ, അമ്മ നിന്നെ ആകാശത്തോളം സ്നേഹിക്കുന്നു. ഈ വരികൾ പെണ്ണിന്റെ കണ്ണീരല്ല, മലയാളത്തിന്റെ തലതാഴ്ത്തലാണ്. ഇനിയൊരു രാഹുൽ മാങ്കൂട്ടം പിറക്കാതിരിക്കട്ടെ.